ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീരിയാസ്. അപ്പോൾ ഇന്നെന്താ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് സൺ ഡയറക്റ്റ് എന്നൊരു ഇതറിയാം. സൺ ഡയറക്റ്റ് ഡിഷ് നമ്മുടെ ടി വിയിൽ. അപ്പോൾ അതിലേക്ക് എങ്ങനെ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റീചാർജ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ സമയങ്ങളെല്ലാം നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. അപ്പോൾ ഗായ്സ്, ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഇതിന് ആപ്ലിക്കേഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷന് ഫസ്റ്റായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ സാധാരണ എടുത്ത് വെച്ചതാണ്, ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളവിടെ ചെന്നിട്ട് സൺ ഡയറക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. സൺ ഡയറക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഏറി വന്നൊരു 5 MB അല്ലെങ്കിൽ 6 MB ഈ ഒരു ഇതിൻ്റെ ഇടയിലുള്ളൊരു ഇതേ ഉള്ളൂ, അത്രയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ഇതാണ് ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ. കാണില്ലേ, മൈ സൺ ഡയറക്റ്റ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ കണ്ടില്ലേ. ഈ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അലോ ചെയ്യാനുണ്ടാവും. അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സൺ ഡയറക്റ്റിൻ്റെ ഒരു നമ്പർ കാണും. ആ നമ്പറിലാണ് നിങ്ങൾ സാധാരണ റീചാർജ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ നമ്പർ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം അത് നമ്മൾ സാധാരണ നമ്മൾ ഷോപ്പിൽ പോവുകയാണെങ്കിലും ആ ഒരു നമ്പർ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് അതേമാതിരി തന്നെ നിങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെ റീചാർജ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇൻ്റർഫേസിൽ ഫസ്റ്റായിട്ട് കാണുന്ന ക്വിക്ക് റീചാർജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്യുക. ക്വിക്ക് റീചാർജിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ എത്ര അവൈലബിൾ ബാലൻസ്, പിന്നെ റീചാർജ് ചെയ്ത ഡേറ്റ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ്. അപ്പോൾ ഞാനിതിൽ ഒരു വട്ടം ചെയ്തതാണ്. അപ്പം ഞാനിതിൽ മലയാളം DPO സെക്കൻഡ് പാക്ക്, ബേസിക് സബ്സ്ക്രിപ്ഷൻ, അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ മലയാളം DPO ആണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ റീചാർജിനൊക്കെ അടിയിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ അതിൽ പോയി ക്ലിക്ക് ചെയ്യരുത്. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. അതിലൊന്ന് പോയി ക്ലിക്ക് ചെയ്യരുത്. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഒരു ലൈന് കാണാം. ആ ലൈനൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്വിക്ക് റീചാർജ്, പിന്നെ സബ്സ്ക്രിപ്ഷൻ പാക്ക് കൊടുത്തിട്ടുണ്ട്, ഓഫർ ആൻഡ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട്, മൈ അക്കൗണ്ട്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് തന്നെ പോയിട്ട് ക്വിക്ക് റീചാർജ് ഒന്നും ചെയ്യരുത്. ഫസ്റ്റ് പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ സബ്സ്ക്രിപ്ഷൻ പാക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇതേമാതിരി ഇത് വരും. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ഇത് കൊടുത്തിട്ടുള്ളത് ഒരു 129 രൂപയും 66 പൈസേൻ്റെ ഒരു ഓപ്ഷനാണ്. ഇതിൽ നിങ്ങൾക്ക് 165 ചാനൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. 194 രൂപയും 92 പൈസയും 2 ചാനലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് തമിഴ് DPO പാക്കാണ്. അതേപോലത്തെ കന്നഡ DPO പാക്ക്, പിന്നെ മലയാളം DPO പാക്ക്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ മലയാളം DPO പാക്കാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ മലയാളം DPO പാക്ക് ഇപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. 234 ഒരു മലയാളം DPO പാക്ക്. അതിൽ 241 ചാനൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലിക്ക് ബട്ടൺ കാണാം, അല്ല ഒരു ഇത് കാണാം, ശരി ബട്ടൺ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ബട്ടൺ കാണുന്നത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രീൻ കളറിൽ കാണാം. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. 234 രൂപയും 76 പൈസയുള്ളൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷന്. അപ്പോൾ മലയാളം DPO പാക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയാണ് ഫ്രണ്ട്സ്, ഇതിൽ കുറച്ച് വ്യത്യാസം വരുന്നത് ഇവിടെയാണ്.
ഒന്നാമതായിട്ട് വ്യത്യാസം വരുന്നത് നിങ്ങളുടെ ടോട്ടൽ പ്രൈസ് നിങ്ങൾ അതിൽ കണ്ടത് 234 രൂപയും 76 പൈസയാണ്. പക്ഷേ ഇതിൽ നമുക്ക് GST വരുന്നൊരു സംഭവം വരുന്നുണ്ട്. GST 18% നമുക്ക് GST വരുന്നത്. അപ്പോൾ 42 രൂപയും 26 പൈസയും നമുക്ക് GST വരുന്നുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് നിങ്ങൾക്ക് 234 ടോട്ടൽ പ്രൈസ്. പക്ഷേ ഗ്രാൻഡ് ടോട്ടൽ ആയിട്ടുള്ളത് 277 രൂപ നമുക്ക് മൊത്തമായിട്ട് വരുന്നുണ്ട്. കാരണം 18 രൂപ നമുക്ക് GST പിടിച്ചിട്ടുണ്ട്. 18% രൂപ നമുക്ക് GST പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 277 രൂപയ്ക്കാണ് മൊത്തമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ പേന കൊടുക്കുക. പേന കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങിലൂടെ കയറ്റാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് സെലക്ട് ചെയ്യാറുള്ളത് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് ആണ്. ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ പ്രൊസീഡ് കൊടുക്കുക. ഞാനിതൊരു സാമ്പിൾ കാണിച്ചു തരുന്നേ ഉള്ളൂ. കാരണം ഞാനിത് ചെയ്ത് വെച്ചതാണ്. ഞാൻ വീട്ടിലേക്കുള്ള ഒരു ഞാൻ ടിവിയിലേക്കുള്ള റീചാർജ് ചെയ്തതാണ്. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചത്. മലയാളം DPO പാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പേയ്മെൻറ്റ് നമുക്ക് ലോഡാകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ലോഡായി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ചൂസ് ചെയ്ത പേയ്മെൻറ്റ് ഓപ്ഷൻ. നിങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്ത പേയ്മെൻറ്റ് കാണാം 777 രൂപ. അപ്പോൾ നിങ്ങളുടെ ID എല്ലാം നിങ്ങൾക്ക് അടിയിൽ കാണുന്നതാണ്. അപ്പോൾ ക്യാഷിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നെറ്റ് ബാങ്കിങ് വേണോ, ക്രെഡിറ്റ് കാർഡ് വേണോ, അല്ല ഗൂഗിൾ പേ വേണോ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഇതിൽ UPI വേണോ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ സാധാരണ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റാണ് ഉപയോഗിക്കാറെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏതാണോ ഉപയോഗിക്കാറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് ഒന്ന് സെലക്ട് ചെയ്തു. ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിലെ കുറച്ച് ഓപ്ഷൻസ്, നിങ്ങളുടെ കാർഡിൻ്റെ നമ്പർ, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ നിർബന്ധമായി എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ CVV എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആ കാർഡിൽ ആരതാണോ നിങ്ങൾ നെയിം ഉള്ളത് ആ നെയിം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ, അപ്പോൾ പ്രൊസീഡ് കൊടുക്കില്ല. ഞാൻ ഒരു വട്ടം ചെയ്തതാണ്. ഞാൻ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ രണ്ടാമത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല. ഇനി ബാക്കി ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതിന് ആര് നമ്പറാണോ കൊടുക്കുക, ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ നിങ്ങളുടെ നമ്പർ കൊടുക്കണം. നമ്പർ ഫസ്റ്റ് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നമ്പറും ചോദിക്കും. അപ്പോൾ നിങ്ങൾ എടുത്തുള്ള നമ്പർ ഏതോ കൊടുക്കുക. നിങ്ങൾ സാധാരണ ഉപയോഗിക്കാറുള്ള നമ്പർ കൊടുക്കുക. ആ നമ്പർ ചോദിക്കുക. ആ നമ്പറിൽ നിങ്ങൾ ഒരു OTP വരും. നിങ്ങൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു OTP വരും. ആ OTP നിങ്ങൾ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സൺ ഡയറക്റ്റ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഞാൻ റീചാർജ് ചെയ്യാറുള്ളത്. നമുക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് റീചാർജ് ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇവിടെ പോയി ഷോപ്പിലൊക്കെ പോയി റീചാർജ് ചെയ്യുന്ന ഭയങ്കര ഒരു പാടായിരിക്കും. അപ്പോൾ ഏറ്റവും സുഖമായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. സൺ ഡയറക്റ്റ് ആപ്പിലൂടെ നമുക്ക് 2 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീചാർജ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് റീചാർജ് ചെയ്ത് നോക്കുക. വെറുതെ പോയിട്ട് സൺ ഡയറക്റ്റ് എന്ന് അടിച്ചാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും മൈ സൺ ഡയറക്റ്റ് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഡിഷിൻ്റെ പേര് തന്നെയാണ്, അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരെ